ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എന്താ ഇവനെടുത്ത് വെച്ചെന്നറിയോ? ഇത് ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ വീട്ടിൽ. അപ്പോൾ എന്തും വെക്കില്ല എന്ന പരാതി. അപ്പോൾ ഇന്നലെ ഞാൻ ചേമ്പും കറുത്തക്കായും കൂടി കറി വെച്ചു, മോര് കറി വെച്ചു. നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെയൊക്കെ വെച്ചാൽ അത്. പിന്നെ ഇന്ന് ഞാനിതാ ഇവനങ്ങോട്ട് നുറുക്കി ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. ഇത് വെച്ചിട്ടൊരു തോരനാട്ടം ഉണ്ടാക്കണേ. അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങ ചതച്ച് വെക്കണം. അതുകൂടി ചതച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി, തേങ്ങ പൂണ്ടെടുക്കണം കേട്ടോ. അതിലേക്ക് ഏറ്റവും നല്ലത് പൂണ്ടെടുക്കുകയാണ്. ചെറിയെടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും നല്ലത് പൂണ്ടെടുക്കുക. ഒരു 3-4 ഇട്ടിട്ടുണ്ട്, തൊലിയോട് കൂടി തന്നെ ഇട്ടതാണ്. പിന്നെ കാന്താരി മുളക് കേട്ടോ, ഞെട്ടിയോട് കൂടിയുള്ള കാന്താരി മുളക്, കുഞ്ഞി മുളകാണ്, കുറച്ച് എരിമതി. അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ള കുറച്ച് കൂടുതലുണ്ട്, രണ്ടും കൂടി ഇട്ട. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടാട്ടെ. കടുകിട്ടു, പൊട്ടി വരട്ടെ. ഉഴുന്ന് പരിപ്പിട കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. 2 വറ്റൽമുളക് മുറിച്ചിടാം. കരിവേപ്പില, നുള്ളു മഞ്ഞൾപ്പൊടി, മഞ്ഞത്തോരനായിക്കോട്ടെ. നമുക്കിത് ഇട്ട് കൊടുക്കാം. പണിക്കാരുണ്ട്, തോന ഉണ്ടാക്കിയതാണ്. ഉപ്പ്, ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയുണ്ടാവും കേട്ടോ. അറിയാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ വെച്ചിട്ട് ഞാനിത് കാണിച്ചത് കേട്ടോ. കറിപ്പത്തേരി ഉണ്ടാക്കാൻ അറിയാത്തവരല്ലോ ഇപ്പോൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അടച്ച് വയ്ക്കാൻ പാടില്ല കേട്ടോ. അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടച്ച് വെക്കാതെ വേവിക്കണം കേട്ടോ. അടച്ച് വെച്ചാൽ അത് തോരനായി കിട്ടൂല. അപ്പോൾ ആകെ ഇതായി കിട്ടും, എന്തായി കിട്ടും, നല്ല വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഇളക്കി വലിച്ച് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. വെള്ളം ഉള്ള സാധനമാണല്ലോ, അപ്പോൾ അതിൽ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്കിതിൽ വെള്ളം ഒഴിക്കണ്ടേ. അപ്പോൾ അതങ്ങനെ വേവട്ടെ. ഇളക്കി മറിച്ച് വേവിച്ചെടുക്കണേ. ഇപ്പം തന്നെ ഉണ്ടോ അതിൽ വെള്ളം ഇറങ്ങിയതല്ലേ, അടച്ച് വയ്ക്കാതെ തന്നെ വെള്ളം ഇറങ്ങി. നമ്മളിത് അടച്ച് വെച്ച് വെച്ചാൽ എന്താ പറയുക, നമുക്കിത് കൂട്ടാനാക്കി എടുക്കാം. ഇതേപോലെ വേവിച്ച് ഉടച്ചാൽ മതി. പിന്നെ ഉടയും ചെയ്യും, വേഗം ഉടയണ കറുത്താണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. അപ്പം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ തന്നെ തോരൻ തുറന്ന് വെക്കണം എന്നാണ് പറയുക, അവിയൽ അടച്ച് വെക്കണമെന്നു.
ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിക്കൊണ്ട് കേട്ടോ. ഇച്ചിരി കുറവാണ്. വേവട്ടെ. നല്ല മണം വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഈ ചതച്ച് വെച്ചത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളകൊക്കെ ഇതിൽ കിടക്കുന്ന വെന്തോട്ടെ. ചോറിന വേറെ ഒന്നും വേണ്ട, കറിയും കൂടി വേണ്ട, അത് മാത്രം കുഴച്ചാണ് തിന്നാൽ മതി. നല്ല രസമാണ്. ചട്ടി ചെറുതായിപ്പോയി, അതപ്പോൾ വലിയ പ്രശ്നമായത്. ഒന്ന് ഇളക്കി മറിക്കാൻ പറ്റാത്ത വിധത്തിൽ ഉരുളി എടുത്ത് വെച്ചാൽ മതിയാണ്. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ ഇതുണ്ടല്ലോ കുറയും. ഇതിങ്ങനെ വെക്കുമ്പോൾ വേവും ചെയ്യും, കുനുകുനാ കിടക്കും ചെയ്യും. കേട്ടെ, ഇത് നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയിട്ടത് ഇങ്ങനെ വെക്കണം. അല്ലാതെ വേറെ വിധത്തിലൊന്നും പറ്റില്ല. നമ്മൾ വല്ല അമ്പലത്തിലെ പരിപാടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ തോരനാക്കി ഇങ്ങനെ കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഒരു ക്യാരറ്റും കൂടി ഇട്ടാൽ കുറച്ച് ഭംഗി ഉണ്ടാവും, കുറച്ച് കളർഫുള്ളാവും. നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കിക്കൊണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റും ചെയ്യണേ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ. നിങ്ങളെന്താ ലൈക്ക് അടിക്കാത്തത്? ആരും ലൈക്ക് അടിക്കുന്നില്ലല്ലോ. ഒരു ലൈക്കും കൂടി തരും കുട്ടികളെ. അറിയാതെ ഒരു ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് അമർത്തിയാൽ പോരെ. പുതിയതായിട്ടും കാണുന്നവരൊക്കെ ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നല്ല ടേസ്റ്റാണ്. അടിപൊളി അടിപൊളി ഉപ്പേരി കേട്ടോ. നിങ്ങളെ ഉപ്പേരി പറയാല്ല. ഞാൻ തിന്നിട്ട് പറയല്ല, നിങ്ങളും കൂടി തിന്നിട്ട് പറയും. എന്നാൽ ടെസ്റ്റർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. നല്ല പോലെ വെന്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കിക്കൊണ്ടിട്ട്. അറിയാത്തവരാരേലും ഉണ്ടെങ്കിൽ ഉപ്പേരി അല്ല തോരന. ഞാൻ പറയുന്നത് അമ്പലത്തിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോഴേ ഇതിങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. നല്ലതാ, നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട്. ആയിക്കോട്ടെ, നാളെ പുതിയ വീഡിയോ.